Next heading, resistant body. A body is said to be resistant if it is capable of transmitting the required forces with a negligible deformation. So if a body is capable of transmitting the forces with the minimum or negligible deformation, then that body can be considered as a resistant body. These bodies are parts of machine which are used for transmitting motion and forces. എന്ന് വെച്ചാൽ ഏറ്റവും നെഗ്ലിജിബിൾ ആയിട്ട് അതിന് ഡിഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഒരു റെസിസ്റ്റൻറ്റ് ബോഡി എന്ന് നമുക്ക് വേണേൽ പറയാം. എ ലിങ്ക് നീഡ് നോട്ട് ബി എ റിജിഡ് ബോഡി ബട്ട് ഇറ്റ് മസ്റ്റ് ബി എ റെസിസ്റ്റൻറ്റ് ബോഡി. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ലിങ്ക് നീഡ് നോട്ട് ബി എ റിജിഡ് ബോഡി ബട്ട് ഇറ്റ് മസ്റ്റ് ബി എ റെസിസ്റ്റൻറ്റ് ബോഡി. എന്തുവാ ലിങ്ക്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്തുവാ ലിങ്ക് എന്നൊക്കെ. ഒന്നുകൂടെ പറയാം. A link can be defined as each part of a machine which moves related to some other part is known as a kinematic link or വെറുതെ അതിനെ ലിങ്ക് എന്നും വേണേൽ പറയാം ഓർ എലമെൻറ്റ്. എന്ന് വെച്ചാൽ ഒരു മെഷീനകത്ത് ഈച്ച് പാർട്ട് ഓഫ് എ മെഷീൻ വിച്ച് മൂവ്സ് റിലേറ്റഡ് ടു സം അതർ പാർട്ട്. ഒരു മെഷീനകത്ത് എന്തായാലും കുറേ മൂവബിൾ ആയിട്ടുള്ള പാർട്സ് കാണും. അതിനകത്തെ ഒരു മെമ്പറിനെ നമുക്കൊരു ലിങ്ക് എന്ന് വേണേൽ പറയാം. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഇത് കണ്ടായിരുന്നു, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കണ്ടായിരുന്നു. ഇപ്പോൾ ഈ മെക്കാനിസം നോക്കുവാണെങ്കിൽ ഇതൊരു ഫിക്സഡ് ഫ്രെയിം ഉണ്ട്. ദെയർ ഈസ് വൺ ക്രാങ്ക് ഹിയർ, ദെയർ ഈസ് വൺ കണക്റ്റിംഗ് റോഡ് ഹിയർ ആൻഡ് ദെയർ ഈസ് വൺ ക്രോസ് ഹെഡ് ഹിയർ. സോ ദിസ് ഫ്രെയിം ഈസ് എ ഫിക്സഡ് ലിങ്ക്. ഫ്രെയിം ഒരു ഫിക്സഡ് ലിങ്കാണ്. ക്രാങ്ക് എന്ന് പറയുന്നത് ദിസ് ഈസ് അനദർ ലിങ്ക്. ദിസ് ക്രാങ്ക് ഹാസ് മോഷൻ റിലേറ്റഡ് ടു ദ ഫിക്സഡ് ലിങ്ക് ആസ് വെൽ ആസ് ദ കണക്റ്റിംഗ് റോഡ്. Similarly, connecting rod is another link which has motion related to the crosshead as well as the crank. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിനെ ഓരോന്നിനെ ഓരോ ലിങ്കായിട്ട് നമുക്ക് പറയാം. ഇതുണ്ടല്ലേ, ഇത് ഫിക്സഡ് ലിങ്ക്, ഇത് സെക്കൻഡ് ലിങ്ക് ക്രാങ്ക്, ഇത് തേർഡ് ലിങ്ക് കണക്റ്റിംഗ് റോഡ് ആൻഡ് ദ ഫൈനൽ ലിങ്ക് ഇസ് ദ ഫോർത്ത് ക്രോസ് ഹെഡ്. സോ നമ്മൾ ഈ ഒരു മെക്കാനിസം ഫുള്ളായിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു മെക്കാനിസമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്കിന് മറ്റ് ലിങ്കിനെ വെച്ച് അപേക്ഷിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോഷൻ ഉണ്ട്. അതിനെ നമുക്ക് ലിങ്ക് എന്ന് വേണേൽ പറയാം. സോ അതാണ് ലിങ്ക്. സോ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് റെസിസ്റ്റൻറ്റ് ബോഡിയാണ്. അപ്പം എ ലിങ്ക് നീഡ് നോട്ട് ബി എ റിജിഡ് ബോഡി ബട്ട് ഇറ്റ് മസ്റ്റ് ബി എ റെസിസ്റ്റൻറ്റ് ബോഡി. സോ എ ലിങ്ക് മസ്റ്റ് എസെൻഷ്യലി ബി എ റെസിസ്റ്റൻറ്റ് ബോഡി. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് നോട്ട് ഡിഫോം വൈൽ ട്രാൻസ്മിറ്റിംഗ് ഫോഴ്സസ്. മനസ്സിലായോ? അത് ഒരു ലിങ്കിന് ഒരിക്കലും ഒരു മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിഫോർമേഷൻ വരാൻ പാടില്ല. അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫോർമേഷൻ മാത്രമേ ആ ലിങ്കിൽ കൂടെ ആ ലിങ്കിന് വരാൻ പാടുള്ളൂ. അപ്പം ഒരു ലിങ്ക് ഇപ്പോൾ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദർ ഈസ് ലാർജർ ഡിഫോർമേഷൻ ദെൻ ഇറ്റ് കനോട്ട് ബി കൺസിഡർഡ് ആസ് എ ലിങ്ക്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുന്നത് സ്പ്രിംഗ്, ബെൽറ്റ്, ഓയിൽ യൂസ്ഡ് ഇൻ ഹൈഡ്രോളിക് പ്രസ് ആർ നോട്ട് rigid link but are resistant bodies. Springs, belts, oils used in hydraulic press are not rigid link but resistant bodies. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്പ്രിങ്സ്, ബെൽറ്റ്, ഓയിൽ, അപ്പോൾ ഇതെല്ലാം റിജിഡ് ലിങ്കാണ്. സ്പ്രിങ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ ചെറിയ സ്പ്രിങ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം പല ടൈപ്പ് സ്പ്രിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോൾ പെന്നിൽ ഉപയോഗിക്കുന്ന ചെറിയ സ്പ്രിങ് തൊട്ട് ഈ വലിയ സ്പ്രിങ്ങുകൾ, പല ആപ്ലിക്കേഷൻസിലുള്ള വലിയ സ്പ്രിങ്ങുകൾ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിനെ എല്ലാം അതൊക്കെ എന്ന് വെച്ചാൽ അതൊരു റെസിസ്റ്റൻറ്റ് ബോഡിയാണ്. അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവിനകത്ത് യൂസ് ചെയ്യുന്ന ബെൽറ്റ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രസ്സിൽ യൂസ് ചെയ്യുന്ന ഓയിൽ, ഓൾ ദീസ് കംസ് അണ്ടർ റെസിസ്റ്റൻറ്റ് ബോഡീസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഹെഡിങ് ഈസ് ടൈപ്സ് ഓഫ് ലിങ്ക്സ്. ലിങ്ക്സിൻ്റെ വേരിയസ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മൾ പഠിക്കുന്നത് ലിങ്ക്സാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും അതൊരു റെസിസ്റ്റൻറ്റ് ബോഡി ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ടൈപ്സ് ഓഫ് ലിങ്ക്സ്. ലിങ്ക്സ് തന്നെ പല ടൈപ്പുകളുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, the various types of links are, first one is rigid link, second one is flexible link and the third one is fluid link. So ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ ഇവിടെ റിജിഡ് എന്നൊരു കാര്യം വന്നായിരുന്നു. ഇത് കഴിഞ്ഞ സ്ലൈഡാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് സ്പ്രിങ്സ്, ബെൽസ്, ഓയിൽസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോളിക് പ്രസ് ആർ നോട്ട് റിജിഡ് ലിങ്ക് ബട്ട് ആർ റെസിസ്റ്റൻറ്റ് ബോഡി. അപ്പോൾ ഈ റിജിഡ് ലിങ്ക് ഞാൻ എപ്പോൾ പറയാഞ്ഞത് അടുത്ത സ്ലൈഡിൽ പറയുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാഞ്ഞത്. സോ വാട്ട് ഈസ് മെൻ ബൈ എ റിജിഡ് ലിങ്ക്? റിജിഡ് ലിങ്ക് മീൻസ് ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഡിഫോർമേഷൻ വൈൽ ട്രാൻസ്മിറ്റിംഗ് മോഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത്
A rigid link does not undergo deformation while transmitting motion. Deformation ഇതിന് സംഭവിക്കത്തില്ല. When the motion is transmitted through a rigid link, it will not undergo any kinds of deformation. Whereas resistant body എന്തുവാ? A body is said to be resistant if it is capable of transmitting the required forces with negligible deformation. That means resistant body can undergo negligible deformation, but a rigid link will not undergo any deformation. മനസ്സിലായോ? റിജിഡ് ലിങ്കിന് ഡിഫോർമേഷൻ വരത്തേ ഇല്ല. പക്ഷേ റെസിസ്റ്റൻറ്റ് ബോഡി പറയുവാണെങ്കിൽ, ഒരു റെസിസ്റ്റൻറ്റ് ബോഡിയെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, റെസിസ്റ്റൻറ്റ് ബോഡി എന്ന് പറയുന്നത് അതിന് ആ ബോഡി മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഫോഴ്സസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫോർമേഷൻ സംഭവിക്കാം. അങ്ങനത്തെ ബോഡിയെ പറയുന്നവരാണ് റെസിസ്റ്റൻറ്റ് ബോഡി. whereas a rigid body or a rigid link can be defined as it does not undergo deformation while transmitting motion. അത് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് there will not be any kinds of deformation. Example, crank, connecting rod and piston. അപ്പോൾ ഇതെല്ലാം these all comes under rigid link. And the second one is flexible link. This type of link will partially deform while transmitting motion. That means എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്പ്രിങ്സ്, ബെൽസ്, റോപ്സ്. സോ ഇതാണ് ബെൽ ഡ്രൈവ്. ഒരു ബെൽ ഡ്രൈവിൻ്റെ ഒരു ഫ്ലെക്സിബിൾ ലിങ്കിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സ്പ്രിങ്സ്, ബെൽസ്, റോപ്സ് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ ഡ്രൈവിനെ നമുക്കൊരു ഫ്ലെക്സിബിൾ ലിങ്കായിട്ട് പറയാം. കണ്ടോ, ഇത് ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സി when motion is transmitted from this gear to this gear. ഇപ്പോൾ ഏത് ഡ്രൈവിംഗ് ഗിയർ, നമ്മുടെ ഡ്രൈവിംഗ് ഗിയറിൽ നിന്നും ഈ ഡ്രിവൺ ഗിയറിലോട്ട് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചെയിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ചെയിൻ ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് ചെയിൻ ഈസ് അണ്ടർഗോയിങ് സം ഡിഫോർമേഷൻ അല്ലേ. ചെയിന് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ആ ചെയിനിന് ഡിഫോർമേഷൻ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദിസ് ടൈപ്സ് ഓഫ് ലിങ്ക്സ് വിൽ പാർഷ്യലി ഡിഫോം വൈൽ ട്രാൻസ്മിറ്റിംഗ് മോഷൻ. ഒരു പാർഷ്യലായിട്ടുള്ള ഡിഫോർമേഷൻ ഈ ചെയിന് സംഭവിക്കുന്നുണ്ട്. കാര്യം ചെയിൻ അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എലമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഗിയറിൽ നിന്നും ഈ ഗിയറിലോട്ട് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ there is negligible deformation. ചെയിനൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫോർമേഷൻ ഉണ്ട്. മാത്രമല്ല ഇതൊരു ഫ്ലെക്സിബിൾ എലമെൻ്റാണ്. ഈ ചെയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്ലെക്സിബിൾ എലമെൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലിങ്ക്സിനെ പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ ലിങ്ക്സ്. എക്സാമ്പിൾ, സ്പ്രിങ്സ്, ബെൽസ്, റോപ്സ്, ഓൾ ദീസ് കംസ് അണ്ടർ ഫ്ലെക്സിബിൾ ലിങ്ക്. ആൻഡ് ഫൈനലി ഫ്ലൂയിഡ് ലിങ്ക്. മോഷൻ വിൽ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് ലിങ്ക് ആസ് ഇൻ ഹൈഡ്രോളിക് ബ്രേക്ക് ഓർ ഹൈഡ്രോളിക് പ്രസ്. നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഹൈഡ്രോളിക് ബ്രേക്ക് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. സോ ഇൻ ഓൾ ദീസ് ഹൈഡ്രോളിക് ബ്രേക്സ് ആൻഡ് ഓൾ, ഓയിൽ ഈസ് യൂസ്ഡ് ആസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് മോഷൻ. സോ ഇവിടെ നോക്കിയാൽ മതി, ഇതൊരു ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു ലോഡ് വെക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ലോഡ് വെക്കുമ്പോഴത്തേക്കും ഈ ലോഡ് ഇതിൻ്റെ മുകളിൽ ഈ പ്ലാറ്റ്ഫോമിൽ വെക്കുമ്പോഴത്തേക്കും ദിസ് ലോഡ് വിൽ പ്രഷറൈസ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദിസ് ഏരിയ and this will raise the weight placed on this surface അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു ലോഡ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ചെറിയ ലോഡ് വെക്കുമ്പം ഇത് ഫുള്ളായിട്ട് ഈ ഫ്ലൂയിഡ് പ്രഷർ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഒരു സൈഡിലെ ഈ ഒരു മെമ്പറിനെ ലിഫ്റ്റ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു ഫ്ലൂയിഡിനെ ഉപയോഗിച്ച് നമ്മൾ ആ ഫ്ലൂയിഡ് പ്രഷർ ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ സച്ച് ടൈപ്പ് ഓഫ് ലിങ്ക്സ് ആർ കോൾഡ് ഫ്ലൂയിഡ് ലിങ്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക റിജിഡ് ലിങ്ക്, ഫ്ലെക്സിബിൾ ലിങ്ക് ആൻഡ് എ ഫ്ലൂയിഡ് ലിങ്ക്. So also you should understand the difference between a rigid link and a resistant body. So a resistant body can be defined as if it is a body is said to be resistant if it is capable of transmitting the required forces with negligible deformation. And the main thing is that a link need not be a rigid body but it must be a resistant body. എന്ന് വെച്ചാൽ ഒരു ലിങ്ക് മസ്റ്റായിട്ടും അതൊരു റിജിഡ് ബോഡി ആകണമെന്നൊരു നിർബന്ധമില്ല. റിജിഡ് ബോഡി എന്ന് വെച്ചാൽ എന്തുവാ, മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഡിഫോർമേഷൻ വരാനേ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദാറ്റ് മസ്റ്റ് ബി എ റെസിസ്റ്റൻറ്റ് ബോഡി. അവിടെ നെഗ്ലിജിബിൾ ഡിഫോർമേഷനൊക്കെ ആകാം ഒരു ലിങ്കിന്, മനസ്സിലായോ? അപ്പം അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻറ്റ് ബോഡി എന്ന് പറയുന്നത്. അപ്പം there are 3 types of classifications in links: rigid link, flexible link and fluid link. Okay,
So coming into the next topic, links can be further classified into binary, ternary and quaternary depending upon their ends on which turning pairs can be placed. So this is another classification of link. Similar to the above classification, that is rigid link, flexible link, fluid link, links can be again classified into binary link, ternary link and quaternary link. That is, എന്താണെന്ന് പറയാം. ബൈനറി ലിങ്ക് എന്ന് വെച്ചാൽ ആ ലിങ്ക് ദാറ്റ് ലിങ്ക് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ ഒരു ടേണിംഗ് പെയർ കാണും, ഇവിടെ മറ്റൊരു ടേണിംഗ് പെയർ കാണും. മനസ്സിലായോ? എന്തോ ഈ ടേണിംഗ് പെയർ എന്ന് വെച്ചാൽ? ടേണിംഗ് പെയർ എന്ന് വെച്ചാൽ ഞാൻ ആ നേരത്തെ ഫിഗർ വെച്ച് പറയാം. ഇത് കണക്റ്റിംഗ് റോഡാണ് അല്ലേ? ഈ കണക്റ്റിംഗ് റോഡിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ടേണിംഗ് പെയറാണ് ഈ ക്രാങ്ക്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഇപ്പുറത്തെ എൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ടേണിംഗ് പെയറാണ് ഈ ക്രോസഡ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ ഡിഫറൻസ്. നിങ്ങൾക്ക് ആ ടേണിംഗ് പെയർ എന്താണെന്ന് എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ എൻഡിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, നമുക്ക് ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ ആ ഒരു കണക്ഷൻ പോയിൻറ്റിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിൻറ്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിൻ്റെ എൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന അടുത്ത ലിങ്കിനെ പറയുന്ന പേരാണ് ടേണിംഗ് പെയർ. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ എൻഡിലോട്ട് വരുന്ന ടേണിംഗ് പെയറാണ് ഈ ക്രാങ്ക്. അതുപോലെ തന്നെ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഈ സൈഡിലെ ടേണിംഗ് പെയറാണ് ഈ ക്രോസഡ്. ഓക്കെ, സോ കമ്മിങ് ഇൻ ടു ദ പോയിൻറ്റ്. സോ ദിസ് ഈസ് എ ബൈനറി ലിങ്ക്. ഇൻ എ ബൈനറി ലിങ്ക് ഇവിടെ ഒരു ടേണിംഗ് പെയർ വരും, ഇവിടെ മറ്റൊരു ടേണിംഗ് പെയർ വരും. മനസ്സിലായോ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ദാറ്റ് ഈസ് എ കണക്റ്റിംഗ് റോഡ്. മനസ്സിലായോ? ഇപ്പോൾ കണക്റ്റിംഗ് റോഡ് ഇത് ഒരു ശരിക്കുള്ളൊരു കണക്റ്റിംഗ് റോഡാണ്. ഇപ്പോൾ കണക്റ്റിംഗ് റോഡിൽ ഈ വലിയ പോർഷനിൽ നോർമലി വരുന്നത് ക്രാങ്ക് ഷാഫ്റ്റാണ്. ആൻഡ് ടുവേഴ്സ് ദിസ് എൻഡ് എന്തോ വരുന്നത്, ഈ എൻഡിൽ വരുന്നത് പിസ്റ്റൺ ഹെഡാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ബൈനറി ലിങ്ക്. Then the next one is ternary link. Ternary link means that there will be 3 nodes. 1, 2, 3. ഈ 3 നോഡ്സിലോട്ടും വേറെ ലിങ്ക്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. So such types of links are called ternary link. And the last one is quaternary link. Quaternary link means that there will be 4 joining positions. കണ്ടോ ഇവിടെ 3 കണ്ടോ, ഇവിടെ 1, 2, 3, 4 പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 പൊസിഷൻസിലും ഓരോ ടേണിംഗ് പെയർസ് വരുന്നുണ്ട്. സോ സച്ച് ടൈപ്സ് ഓഫ് ലിങ്ക്സ് ആർ കോൾഡ് ക്വാർട്ടർണറി ലിങ്ക്സ്. സോ ഈ ഒരു ജോയിനിങ് പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ്. മനസ്സിലായോ? സോ സച്ച് ലിങ്ക്സ് ആർ കോൾഡ് ബൈനറി ലിങ്ക്, ternary link and quaternary link. And the next heading is types of constrained motions. So there are 3 types of constrained motions. Okay, that is completely constrained motion, incompletely constrained motion and successfully constrained motion. So ഈ constrained എന്നൊരു ടേം നമ്മൾ നേരത്തെ സ്ലൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെവിടെയാണെന്ന് ഞാൻ പറയാം. ആ നേരത്തെ നമ്മുടെ സെക്കൻഡ് സ്ലൈഡിൽ നമ്മളിത് കണ്ടോ, ഈ ഒരു മെക്കാനിസം ഡിഫൈൻ ചെയ്തപ്പോൾ അവിടെ ഒരു വാക്ക് വന്നിട്ടുണ്ട്. എ കോമ്പിനേഷൻ മെക്കാനിസം മീൻസ് എ കോമ്പിനേഷൻ ഓഫ് എ നമ്പർ ഓഫ് ബോഡീസ് assembled in such a way that the motion of one causes constrained and predictable motion to the other is known as a mechanism. So here we are using the term constrained. So what do you mean by constrained? So there are 3 types of constrained motions. One is completely constrained motion, incompletely constrained motion and successfully constrained motion. By explaining these 3 terms you will get the meaning of constrained motion. So first one is completely constrained motion. So ഒരു ലിങ്കിന് ഈ 3 ടൈപ്സ് ഓഫ് മോഷൻസ് പോസിബിൾ ആണ്. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ പോസിബിൾ ആണ്, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ പോസിബിൾ ആണ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. ദെൻ വാട്ട് ഈസ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ? When the motion between a pair is limited to a definite direction irrespective of the direction of the force applied, then the motion is said to be a completely constrained motion. Means we could only transfer that link to a particular direction only. എന്ന് വെച്ചാൽ നമുക്കൊരു ലിങ്കിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ, ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ that is a completely constrained motion. Best example is, ഒരു എക്സാമ്പിൾ പറയാം, this a square bar in a square hole.
when a square bar is there inside a square hole, how we can move this square bar? What types of motions are applicable for a square bar? നമുക്ക് ഈ സ്ക്വയർ ബാർ എങ്ങനെയൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റും? ഒരു സ്ക്വയർ ബാർ ഒരു സ്ക്വയർ ഹോളിനകത്തുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്വയർ ബാറിന് ഒരു സ്ലൈഡിങ് മോഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ആ സ്ക്വയർ ബാറിന് എന്തെങ്കിലും റൊട്ടേറ്റിംഗ് മോഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ആകെ ഒരൊറ്റ ടൈപ്പ് ഓഫ് മോഷനെ ആ സ്ക്വയർ ബാറിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ സച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് ആർ കോൾഡ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. മനസ്സിലായോ? അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ, ഷാഫ്റ്റ് വിത്ത് കോളേഴ്സ് ഇൻ എ സർക്കുലർ ഹോൾ അല്ലേ? ഇപ്പോൾ ഈ രണ്ട് കോളറുണ്ട്, അതിൽ ഒരു ഷാഫ്റ്റ് കടന്നു പോകുന്നു. ആ ഷാഫ്റ്റിൻ്റെ എൻ പോയിൻറ്റ്സിൽ രണ്ട് കോളേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം ഈ ഷാഫ്റ്റിന് നമുക്ക് എങ്ങനെയൊക്കെ മോഷൻസ് പോസിബിളാണ്? ഈ കോളർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ സ്ലൈഡ് ചെയ്യിക്കാൻ പറ്റുമോ? കോളർ ഇവിടെ തടഞ്ഞു നിർത്തും അല്ലേ? ഷാഫ്റ്റിൻ്റെ രണ്ട് കോളർ ഉള്ളതുകൊണ്ട് നമുക്കിതിനെ സ്ലൈഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിനെ അങ്ങോട്ട് ഊരിയെടുക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാര്യം ഇവിടെ കോളറുണ്ട്, രണ്ട് സൈഡിലും കോളറുണ്ട്. സോ സച്ച് ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ മോഷൻ ഈസ് നോട്ട് പോസിബിൾ. പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്? ഈ ഷാഫ്റ്റിനെ നമുക്ക് വേണേൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ? ഈ ഒരു സർക്കുലർ ഹോളിനകത്ത് നമുക്ക് ഈ ഷാഫ്റ്റിനെ നമുക്ക് ആ ഷാഫ്റ്റ് ഒന്ന് തിരിക്കുവാണെങ്കിൽ നമുക്ക് വേണേൽ ആ ഷാഫ്റ്റിനെ ഒന്ന് കറക്കാൻ പറ്റും. കറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഷാഫ്റ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻസൈഡ് ദാറ്റ് സർക്കുലർ ഹോൾ. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പം നമുക്ക് ഒറ്റ ടൈപ്സ് ഓഫ് മോഷൻ മാത്രമേ ആ ഷാഫ്റ്റിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ സച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് ആർ കോൾഡ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ആൻഡ് സം അതർ എക്സാമ്പിൾസ് ആർ ഓൾസോ ദെയർ. Example, piston and cylinder forms a pair in a steam engine forms a pair. Piston and for example, piston and cylinder forms a pair related to the cylinder irrespective of the direction of the motion of the crank. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് the piston and cylinder forms a pair. Piston and the cylinder forms a pair and the motion of the piston is limited to a definite direction. നമുക്കറിയാം എപ്പോഴും ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പിസ്റ്റൺ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ കൂടെ, ഒരു പിസ്റ്റൺ എപ്പോഴും ഒരൊറ്റ ടൈപ്പ് ഓഫ് മോഷനേ ഉള്ളൂ അല്ലേ? ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനെ പിസ്റ്റണ് പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ദാറ്റ് ഈസ് when the motion between a pair can take place in more than one direction, then such types of motions are called incompletely constrained motion. That is, if ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പം ഈ ഒരു ഷാഫ്റ്റ് ഒരു സർക്കുലർ ഹോളിലുള്ള ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇതൊരു സർക്കുലർ ഹോളാണ്, ഇവിടെ ഒരു സർക്കുലർ ഹോളുണ്ട്. അപ്പോൾ ആ സർക്കുലർ ഹോളിൽ കൂടെ ഒരു ഷാഫ്റ്റ് നമ്മൾ കടത്തിവിടുന്നു. അപ്പോൾ ഈ ഷാഫ്റ്റിന് എത്ര ടൈപ്പ് ഓഫ് മോഷൻസ് പോസിബിളാണ്? ഇവിടെ കോളറൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഷാഫ്റ്റ് ഇങ്ങനെ ചുമ്മാ നിർത്തിയേക്കുക. അപ്പോൾ ഈ ഷാഫ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, ആസ് വെൽ ആസ് വി ക്യാൻ ഗിവ് എ റൊട്ടേഷൻ മോഷൻ ടു ദ ഷാഫ്റ്റ് അല്ലേ? ഷാഫ്റ്റിനെ നമുക്ക് ആ ഹോളിൽ കടന്ന് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, ആസ് വെൽ ആസ് നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാനും പറ്റും അല്ലേ? സോ ടു ടൈപ്സ് ഓഫ് മോഷൻസ് പോസിബിളാണ്. സോ സച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് ആർ കോൾഡ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ടൈപ്സ് ഓഫ് ഡയറക്ഷനിൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെ അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ സച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് ആർ കോൾഡ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ആൻഡ് അനദർ എക്സാമ്പിൾ ഈസ് ഷാഫ്റ്റ് ഇൻ ഫുട് സ്റ്റെപ്പ് ബെയറിംഗ്. ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഒരു ബെയറിങ്ങിനകത്ത് നമ്മൾ വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഷാഫ്റ്റിലോട്ട് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബെയറിംഗ് ആണ് ആ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റിന് നമുക്ക് ഷാഫ്റ്റിലോട്ട് ഈ ലോഡ് വരുന്ന ഡയറക്ഷനിൽ നമുക്കതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ലീനിയർ മോഷൻ കൊടുക്കാൻ പറ്റും, ആസ് വെൽ ആസ് വി ക്യാൻ റൊട്ടേറ്റ് ദ ഷാഫ്റ്റ് സോ ദാറ്റ് ദ ഷാഫ്റ്റ് വിൽ റൊട്ടേറ്റ് ഇൻസൈഡ് ദിസ് ബെയറിംഗ്. സോ സച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് ആർ കോൾഡ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. And the last one is successfully constrained motion. Successfully constrained motion means when the motion between the elements forming a pair is such a way that the constrained motion is not completed by itself but by some other means, the motion is said to be completely constrained motion. എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് തമ്മിൽ when the motion between the elements forms a pair in such a way that the constrained motion is not completed by itself but by some other means, then it is a successfully constrained motion. Example ആയിട്ട് പറയുന്നത് the motion of IC engine valves and the piston reciprocating inside an engine cylinder. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഇത്രയാണ്: the motion between the elements forming a pair in such a way that the motion is completely the constrained motion is not completed by itself but by some other means.
എന്ന് വെച്ചാൽ ഈ മോഷൻ, രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള ഈ ഒരു മോഷൻ മറ്റ് മാർഗങ്ങൾ വഴി സാധ്യമാകുന്ന രീതിയെ പറയുന്ന പേരാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ മോഷൻ ഓഫ് IC എൻജിൻ വാൽവ്. ഈ IC എൻജിൻ വാൽവ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? IC എൻജിൻ വാൽവ് മൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്യാം ഷാഫ്റ്റ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഈ ക്യാം ഷാഫ്റ്റ് വന്ന് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ മെക്കാനിസം വെച്ചാണ് നമ്മുടെ IC എൻജിൻസിലുള്ള വാൽവ് ഏതൊക്കെയാണ്? ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്. അപ്പോൾ ആ വാൽവ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യാം മെക്കാനിസം വെച്ചാണ് ആ വാൽവ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് ഇൻസൈഡ് എ സിലിണ്ടർ. അപ്പോൾ ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുവാ, അതിന് വേറെ മാർഗം എന്ന് വെച്ചാൽ പിസ്റ്റൺ എൻജിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പവർ ജനറേറ്റ് ചെയ്യണം അല്ലേ. ഇപ്പം ബേൺഡ് ഫ്യൂവൽ അല്ലേ, ഫ്യൂവൽ ബേൺ ആകണം. ബേൺ ആയിട്ട് അവിടെ സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ്, സ്ട്രോക്ക് നടക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നാൽ മാത്രമേ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പം അത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഈ കൺസ്ട്രെയിൻഡ് മോഷൻ അത് ഈസ് നോട്ട് കംപ്ലീറ്റഡ് ബൈ ഇറ്റ് സെൽഫ് ബട്ട് ബൈ സം അതർ മീൻസ്. ഈ പിസ്റ്റൺ അതിൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ സിലിണ്ടറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രഷറിൻ്റെ ഒരു ഇത് വെച്ചാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റ് മാർഗ്ഗങ്ങൾ യൂസ് ചെയ്താണ് ഈ പിസ്റ്റൺ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം സച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് ആർ കോൾഡ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻസ്. ഓക്കെ. Next is a kinematic pair. Kinematic pair can be defined as the two links or elements of a machine when in contact with each other are said to form a kinematic pair if the relative motion between them is successfully or completely constrained, that is in a definite direction. The pair is known as a kinematic pair. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലിങ്ക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. പല ലിങ്ക്സ് ചേരുമ്പോഴാണ് നമുക്കൊരു മെക്കാനിസം നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇപ്പം നേരത്തെ കണ്ട പോലെ തന്നെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഉണ്ട്. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കിട്ടാൻ വേണ്ടി നമുക്കിവിടെ 4 ലിങ്ക്സ് ചേർന്നപ്പോഴാണ് നമുക്ക് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് അല്ലേ. സോ നിങ്ങൾക്ക് ലിങ്ക്സിനെ കുറിച്ച് നല്ലൊരു വിവരമുണ്ട്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ when two links or elements of a machine when in contact with each other are to form a kinematic pair. എന്ന് വെച്ചാൽ 2 ലിങ്ക്സുകൾ തമ്മിൽ ഉള്ള ആ കോമ്പിനേഷനെ പറയുന്ന പേരാണ് കൈനമാറ്റിക് പെയർ. അപ്പം ഇപ്പോൾ ഏതെങ്കിലും 2 ലിങ്ക് എടുത്തിട്ട് അത് കൈനമാറ്റിക് പെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ആ കൈനമാറ്റിക് പെയർ ആകണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം ഈസ് കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. That is the relative motion between the selected links. That is, if you are selecting 2 links, then the relative motion between those 2 links should be completely or successfully constrained. അപ്പം ഈ 2 ലിങ്ക്സ് എടുക്കുകയാണെങ്കിൽ ആ ലിങ്ക്സ് തമ്മിലുള്ള മോഷൻ ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയിരിക്കണം. അങ്ങനെ ലിങ്ക്സ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കൈനമാറ്റിക് പെയർ. ഈ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ്, സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ അല്ലേ. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടു, ഒരു ഒറ്റ ഡയറക്ഷനിൽ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ്. ആ സ്ക്വയർ ബാറിനെ സ്ക്വയർ ഹോൾ, അതാണ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡിൻ്റെ എക്സാമ്പിൾ അല്ലേ. അതുപോലെ തന്നെ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡിൻ്റെ എക്സാമ്പിളാണ് ലാസ്റ്റ് നമ്മൾ പറയുന്നത് മോഷൻ ഓഫ് ആൻ IC വാൽവ് അല്ലേ. IC എൻജിൻ വാൽവിൻ്റെ പ്രവർത്തനം, അത് ആ IC എൻജിൻ വാൽവ് പ്രവർത്തിക്കണമെങ്കിൽ ക്യാം, റോക്കറാം മെക്കാനിസമൊക്കെ വർക്ക് ചെയ്താലേ അത് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പം അത് മറ്റു മെക്കാനിസത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആ മോഷനെ പറയുന്ന പേരാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. സോ ഒരു കൈനമാറ്റിക് പെയർ എന്ന് നമുക്കൊരു 2 ലിങ്ക്സിനെ എടുത്തിട്ട് അതൊരു കൈനമാറ്റിക് പെയർ ആണെന്ന് പറയാൻ പറ്റണമെങ്കിൽ ഐദർ that should be completely constrained or it should be successfully constrained. So ഇതിലേതെങ്കിലും ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലുള്ള മോഷനും ആയിരിക്കണം. ഐദർ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. അങ്ങനെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന ലിങ്ക്സിനെ പറയുന്നവരാണ് കൈനമാറ്റിക് പെയർ. ഓക്കെ. സോ നമ്മുടെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഒക്കെ കൈനമാറ്റിക് പെയറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നോക്കിക്കേ, ഈ ലിങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ലിങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും
ഈ ലിങ്കിൻ്റെ ഈ ക്രാങ്കിൻ്റെ ലിങ്ക് 2 റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ക്രാങ്കിൻ്റെ മോഷൻ ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിലായിരിക്കും നടക്കുന്നത്. ഇപ്പോൾ നമ്മളിതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനൊരൊറ്റ ടൈപ്പ് ഓഫ് മോഷനേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കണക്റ്റിംഗ് റോഡ്, ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കണക്റ്റിംഗ് റോഡിന് ഒരു ഡെഫിനിറ്റ് മോഷൻ മാത്രമേ വരത്തുള്ളൂ. അത് വേറെ സൈഡിലോ വേറെ ഡയറക്ഷനിലൊന്നും അത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പം ഈ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു കൈനമാറ്റിക് പെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ക്രാങ്കയും കണക്റ്റിംഗ് റോഡിനെയും അതിനെ നമുക്ക് ഇത് രണ്ടിനും കൂടെ ചേർത്തൊരു കൈനമാറ്റിക് പെയർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും. മനസ്സിലായോ? സോ ദാറ്റ് ഇസ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ കൈനമാറ്റിക് പെയർ. The two links or elements of a machine when in contact with each other are said to form a pair if the relative motion between them is completely or successfully constrained. എന്ന് വെച്ചാൽ ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിൽ മാത്രമേ അതെപ്പോഴും മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് ലിങ്ക്സ് എടുക്കുവാണെങ്കിൽ ആ ലിങ്ക്സിൻ്റെ വർക്കിംഗ് എപ്പോഴും ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിൽ മാത്രമേ അത് മൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ such type of pairs of kinematic pair. So kinematic pairs can be classified into 3 according to the type of the relative motion between the elements, according to the type of contact between the elements, and according to the type of closure. ഈ കൈനമാറ്റിക് പെയർസ് ക്യാൻ ബി ക്ലാസിഫൈഡ്. നമുക്കൊരു അത് 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ്, ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ക്ലോഷർ. സോ അതെന്താണെന്ന് നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, according to the type of relative motion between the elements, according to the type of relative motion between the elements. So ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഈ രണ്ട് ലിങ്ക്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് വൺ. അതിലെ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സ്ലൈഡിംഗ് പെയർ. When the two elements of a pair are connected in such a way that one can slide relative to the other, it is known as a sliding pair. That is, suppose we are taking two links. So the motion between these two links is a sliding motion, then that can be called as a sliding pair. Example ആയിട്ട് പറയാൻ പറ്റുന്നത് പിസ്റ്റൺ സിലിണ്ടർ പെയർ, പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ പെയർ അല്ലേ. സിലിണ്ടറിനകത്ത് എപ്പോഴും പിസ്റ്റൺ റെസിപ്രൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ പിസ്റ്റൺ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലൈഡിംഗ് മോഷനാണ്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ സ്ലൈഡിംഗ് പെയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റെക്ടാങ്കുലർ റോഡ് ഇൻ റെക്ടാങ്കുലർ ഹോൾ. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളാണ്. സോ വെൻ ദ റെക്ടാങ്കുലർ ഹോൾ മൂവ്സ് ഇൻ എ റെക്ടാങ്കുലർ ഹോൾ, അത് എന്ത് ടൈപ്പ് ഓഫ് മോഷനാണ്? അതൊരു സ്ലൈഡിംഗ് മോഷനാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ എ സ്ലൈഡിംഗ് പെയർ. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് സ്ലൈഡിംഗ് പെയർ ഹാസ് എ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. സോ ഓൾറെഡി നമ്മൾ കണ്ടതാണ് അല്ലേ. റെക്ടാങ്കുലർ ഹോളിനകത്ത് റെക്ടാങ്കുലർ റോഡ് മൂവ് ചെയ്യുമ്പം അതൊരു കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ആയിരിക്കും അല്ലേ. കാര്യം ഒരൊറ്റ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സ്ലൈഡിംഗ് പെയർ എപ്പോഴും ഒരു കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ആയിരിക്കും. ഓക്കെ, സോ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ദ സെക്കൻഡ് വൺ അടുത്തതെന്ന് വെച്ചാൽ ടേണിംഗ് പെയർ. ടേണിംഗ് പെയർ എന്ന് വെച്ചാൽ വെൻ ദ ടു എലമെൻറ്റ്സ് ഓഫ് എ പെയർ ആർ കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വൺ ക്യാൻ മൂവ് or revolve about a fixed axis of the another link, the pair is known as a turning pair. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു ലിങ്കിനെ ബേസ് ചെയ്ത് അടുത്ത ലിങ്കിന് ഒരു ടേണിംഗ് മോഷൻ ആണെങ്കിൽ അതിനെ ഒരു ടേണിംഗ് പെയർ എന്ന് വേണേൽ പറയാം. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് എ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ഇൻ എ ബെയറിംഗ്. മനസ്സിലായോ? ഒരു ഷാഫ്റ്റ് ഒരു ബെയറിങ്ങിനകത്ത് റൊട്ടേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഷാഫ്റ്റ് ഈ ഒരു സർക്കുലർ ഹോളിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അതിനെ ഒരു ടേണിംഗ് പെയർ എന്ന് പറയാം. ഈ ഷാഫ്റ്റ് ഇതിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഈ ഹോളിനകത്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. സോ സച്ച് പെയർസ് ആർ കോൾഡ് ടേണിംഗ് പെയർസ്. അടുത്തത് റൊട്ടേഷൻ ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ റൊട്ടേഷൻ അല്ലേ. എന്ന് വെച്ചാൽ ആ ഒരു ഫിഗർ എടുത്തിട്ട് പറയാം. ഇതുണ്ടോ, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന് വെച്ചാൽ ഈ മെക്കാനിസമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ജോയിൻറ്റിനെ ബേസ് ചെയ്ത് ഈ ക്രാങ്ക് കടന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫിക്സഡ് ഫ്രെയിമും ഈ ഒരു ക്രാങ്കും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റാണ്. സോ ഇവിടെ ഒരു ടേണിംഗ് പെയർ ഉണ്ട്. സിമിലർലി ഇത് മറ്റൊരു ടേണിംഗ് പെയറാണ്. ഈ ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ടേണിംഗ് പെയർ ഉള്ളതുകൊണ്ട് ഈ ക്രാങ്ക് കണക്റ്റിംഗ് റോഡിനും ക്രാങ്കിനനുസരിച്ച് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കണക്റ്റിംഗ് റോഡ് ഈ ക്രാങ്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദീസ് ടു ഫോംസ് എ ടേണിംഗ് പെയർ. മനസ്സിലായോ? അപ്പം അതാണ് ടേണിംഗ് പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ടേണിംഗ് പെയർ. എ ടേണിംഗ് പെയർ ഹാസ്
ഓൾസോ ഹാസ് എ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ടേണിംഗ് പെയറിന് എപ്പോഴും കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ആയിരിക്കും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സ്ക്രൂ പെയർ. സ്ക്രൂ പെയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നട്ട് ആൻഡ് ബോൾട്ട് അറേഞ്ച്മെൻറ്റ്. ഒരു നട്ട് ആൻഡ് ബോൾട്ട് അറേഞ്ച്മെൻറ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ ഒരു ഹെലിക്കൽ കണ്ടോ, ഒരു സ്ക്രൂ സാധാരണ ഒരു സ്ക്രൂവിൻ്റെ ഇതിനകത്ത് നമ്മളിത് ടേൺ ചെയ്യുമ്പോൾ ആ സ്ക്രൂ ആ ഹോളിനകത്തൂടെ പോകുന്ന പോലെ തന്നെ ഉള്ള അറേഞ്ച്മെൻറ്റിനെ പറയുന്നവരാണ് സ്ക്രൂ പെയർ. വെൻ ദ ടു elements of a pair are connected in such a way that one element can turn about the other by screw threads, the pair is known as a screw pair. ഒരു സ്ക്രൂ ത്രെഡിൻ്റെ സഹായത്തോടെ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റിൽ കൂടെ മൂവ് ചെയ്യുന്നതിനെ പറയുന്നവരാണ് സ്ക്രൂ പെയർ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ബോൾട്ട് ആൻഡ് നട്ട് അറേഞ്ച്മെൻറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയണ്ട. യു നോ ഹൗ ദീസ് സ്ക്രൂ പെയർ വർക്ക്സ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് ലീഡ് സ്ക്രൂ ഓഫ് എ ലെയ്ത്ത് വിത്ത് നട്ട്. ലെയ്ത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലെയ്ത്തിനകത്തെ ലീഡ് സ്ക്രൂ ഇതൊരു സ്ക്രൂ പെയർ പോലെയാണ്. സ്ക്രൂ പെയർ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും ഈ സ്ക്രൂ പെയറിൻ്റെ ആപ്ലിക്കേഷനാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്പെറിക്കൽ പെയർ. സ്പെറിക്കൽ പെയറിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഈ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ ജോയ്സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. എന്ന് വെച്ചാൽ സ്പെറിക്കൽ പെയർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വെൻ ടു എലമെൻറ്റ്സ് ഓഫ് എ പെയർ ആർ കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വൺ എലമെൻറ്റ് ടേൺസ് ഓർ swirls അബൌട്ട് ദ അതർ ഫിക്സഡ് എലമെൻറ്റ്. ദ പെയർ ഈസ് നോൺ ആസ് എ സ്പെറിക്കൽ പെയർ. അപ്പോൾ ഇത് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ബോൾ എലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സോക്കറ്റ് എലമെൻ്റ് ഉണ്ട്. നമ്മൾ ഈ ആം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഈ ബോൾ എലമെൻറ്റ് ഈ സോക്കറ്റിനകത്ത് കടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ജോയ്സ്റ്റിക്സൊക്കെ മൂവ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പെയർസിനെ പറയുന്ന പേരാണ് സ്ക്രൂ പെയർ. അതിൽ ബോൾ എലമെൻ്റാണ് ഫസ്റ്റ് ഒരു ലിങ്ക്, ഈ സോക്കറ്റ് ആണ് സെക്കൻഡ് ലിങ്ക്. അപ്പോൾ ഈ രണ്ട് ലിങ്ക്സ് തമ്മിൽ ഉള്ള മോഷൻ ഈ ടൈപ്പ് ഓഫ് മോഷൻ ആയിരിക്കും. മനസ്സിലായോ? അതാണ് when the two elements of a pair are connected in such a way that one element turns or swirls about the other. ഈ എലമെൻറ്റിനകത്ത് കടന്ന് ടേൺ ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ, അറ്റാച്ച്മെൻറ്റ് ഓഫ് എ കാർ മിറർ. കാർ മിററൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇതുപോലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഓക്കെ. സോ ഇതാണ് ബേസിക്കായിട്ട് ഉള്ള ക്ലാസിഫിക്കേഷൻ. എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ ബേസ് ചെയ്ത് നമുക്ക് ഇത്രയും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സ്ലൈഡിംഗ് പെയർ, സെക്കൻഡ് വൺ ഈസ് ടേണിംഗ് പെയർ, തേർഡ് വൺ ഈസ് റോളിംഗ് പെയർ, ഫോർത്ത് വൺ ഈസ് സ്ക്രൂ പെയർ. ഓക്കെ. ഫിഫ്ത്ത് വൺ ഈസ് സ്പെറിക്കൽ പെയർ. സോ based on the relative motion നമുക്ക് ഇത്രയും we have this much classification. And the next one is according to the type of contact between the elements. രണ്ട് ലിങ്ക്സ് തമ്മിലുള്ള കോണ്ടാക്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനാണ് അടുത്തത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോവർ പെയർ. വെൻ ദ ടു എലമെൻറ്റ്സ് ഓഫ് എ പെയർ ഹാവ് എ സർഫസ് കോണ്ടാക്റ്റ് when relative motion take place, the surface of one element slides over the surface of other, the pair is known as a lower pair. That means suppose when one element ഈ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർഫസ് ടു സർഫസ് കോണ്ടാക്റ്റ് എപ്പോഴും വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോവർ പെയർ എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് പെയർ, ടേണിംഗ് പെയർ, സ്ക്രൂ പെയർ ഫോംസ് എ ലോവർ പെയർ. എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ സർഫസ് ഓഫ് ദ സിലിണ്ടർ ഗെറ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദ പിസ്റ്റൺ. മനസ്സിലായോ? അപ്പം ആ പിസ്റ്റൺ ശരിക്കും പറഞ്ഞാൽ ആ സിലിണ്ടറിക്കൽ സർഫസിൽ കടന്ന് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിസ്റ്റണിൻ്റെ സർഫസും സിലിണ്ടറിൻ്റെ സർഫസും തമ്മിൽ അവിടെ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. സോ സച്ച് ടൈപ്പ് ഓഫ് പെയർസ് ആർ കോൾഡ് സ്ലൈഡിംഗ് പെയർസ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ടേണിംഗ് പെയർസ്. ടേണിംഗ് പെയർസ് എന്തുവാ? ടേണിംഗ് പെയർസിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു വെൻ വൺ എലമെൻറ്റ് ടേൺസ് അബൌട്ട് ദ അതർ എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ക്രാങ്കും കണക്റ്റിംഗ് റോഡും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ടേണിംഗ് പെയറാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ടേണിംഗ് പെയർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ടേണിംഗ് പെയറിൻ്റെ ഈ ജോയിനിങ് പോർഷനിൽ ഇവിടെ ഈ ലിങ്ക് 2ൻ്റെ സർഫസും ഈ ലിങ്ക് 3യുടെ സർഫസും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് സർഫസ് ടു സർഫസ് കോണ്ടാക്റ്റ് ആണ് ഈ ഒരു ജോയിനിങ് പോർഷനിൽ വരുന്നത്. സോ സച്ച് ടൈപ്പ് ഓഫ് പെയർസ് ആർ കോൾഡ് ലോവർ പെയർസ്. മനസ്സിലായോ? ഓക്കെ.
and screw pair from lower pairs, and screw pair forms lower pair. എന്ന് സ്ക്രൂ പെയർ എന്ന് വെച്ചാൽ നേരത്തെ നട്ട് ആൻഡ് ബോൾട്ട് അറേഞ്ച്മെൻറ്റ് ആലോചിച്ചാൽ മതി അല്ലേ. ഒരു ബോൾട്ട് ഒരു നട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പം എന്തോ സംഭവിക്കുന്നത്, അവിടെ ബോൾട്ടിൻ്റെ സർഫസും നട്ടിൻ്റെ സർഫസും തമ്മിൽ കോണ്ടാക്റ്റ് വരിക. സോ സച്ച് പെയർസ് ആർ കോൾഡ് ലോവർ പെയർസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഹയർ പെയർ. Higher pair means that when the two elements of a pair have a line or point contact when relative motion take place and the motion between the two elements are partially turning or partially sliding, the pair is known as higher pair. Okay, so ഇപ്പം രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അത് തമ്മിൽ ഒരു ലൈൻ അല്ലെങ്കിൽ പോയിൻ്റ് കോണ്ടാക്റ്റ് മാത്രമാണ് വരുന്നതെങ്കിൽ then such pairs are called higher pair. Examples are ball and റോളർ ബെയറിംഗ്, ക്യാം ആൻഡ് ഫോളോവർ. ബോളും റോളർ ബെയറിങ്ങും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റോളർ ബെയറിങ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ബെയറിങ്സ് തന്നെ പല ടൈപ്സ് ഉണ്ട്. ബോളും റോളർ ബെയറിങ്ങും ഉണ്ട്, സ്ലൈഡിങ് ബെയറിംഗ് ഉണ്ട്, അങ്ങനെ പല ബെയറിംഗ് ഉണ്ട്. അപ്പം അതിനകത്ത് ബോൾ ആൻഡ് റോളർ ബെയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹയർ പെയറാണ്. അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിക്കാം. സീ ദിസ് ഫിഗർ, ദിസ് ഇസ് ദ ബോൾ. അപ്പം ഇതാണ് റോളർ ബെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോള് ഈ ബെയറിങ്ങിനകത്തൂടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ബോളും ഈ ഒരു ഔട്ടർ സർഫസുമായിട്ട് ഒരു ലൈൻ അല്ലെങ്കിൽ പോയിൻ്റ് കോണ്ടാക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ ബോളിൻ്റെ ഈ ഫുൾ ഏരിയ ഒന്നും ഈ ബെയറിംഗ് സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല. ഈ ബോളിലെ ഒരു പോയിൻ്റ് മാത്രമേ ഈ ഒരു സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുള്ളൂ. മനസ്സിലായോ? സോ ഇവിടെ എങ്ങനെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇവിടെ നടുക്കൂടെ ഒരു ഷാഫ്റ്റ് കാണും. അപ്പോൾ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബോൾ ഈ ബെയറിങ്ങിനകത്തൂടെ കിടന്ന് റോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബോൾ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ബോളിൻ്റെ സർഫസ് അല്ല ഈ ഔട്ടർ ഈ കേജ് ഉണ്ടല്ലോ, ഈ ഔട്ടർ കേജുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. ഈ ബോളിൽ ഒരു പോയിൻ്റ് മാത്രമേ ഈ എക്സ്റ്റേണൽ ഇതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുള്ളൂ. സോ സച്ച് ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റ് ഈസ് കോൾഡ് എ ഹയർ പെയർ. ക്യാം ആൻഡ് ഫോളോവർ. ക്യാം ഫോളോവർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ക്യാം ആൻഡ് ഫോളോവർ എന്ന് വെച്ചാൽ ഏകദേശം ഇതുപോലൊരു അറേഞ്ച്മെൻറ്റ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് ക്യാം. ഈ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഫോളോവർ. അപ്പോൾ ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, ഈ ക്യാമിൻ്റെ പെരിഫറി നോക്കിക്കേ, ഈ സർക്കുലറായിട്ട് ഇരിക്കുന്ന പോർഷൻ വരുമ്പോൾ ഫോളോവറിന് മോഷൻ ഇല്ല. പക്ഷേ ഈ ക്യാമിൻ്റെ കണ്ടോ, ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം വരുമ്പോൾ ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലായോ? സോ സച്ച് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് ക്യാം ആൻഡ് ഫോളോവർ. ഈ ക്യാം ആൻഡ് ഫോളോവർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എൻജിൻ്റെ ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ക്യാമിൻ്റെ ഫുൾ റൊട്ടേഷനിൽ ഈ ഫോളോവർ മൂവ് ചെയ്യുന്നില്ല. ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം മാത്രം വരുമ്പോഴാണ്, ഇത് കണ്ടോ, ഈ സർക്കുലറായിട്ടുള്ള ആ പോർഷൻ വരുമ്പോൾ മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇത്രയും ഭാഗം ഈ സർക്കിളിലിരിക്കുന്ന ഇത്രയും ഭാഗം ഉള്ളപ്പം ഇത്രയും പോർഷൻ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള പോർഷൻ ഈ റെഡ് എലമെൻറ്റ് ഈ ഒരു ഫോളോവറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അത് മൂവ് ചെയ്യത്തില്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം വന്ന് ഇതിനെ തട്ടുമ്പോഴാണ് ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ക്യാം ആൻഡ് ഫോളോവറിൻ്റെ വർക്കിംഗ്. അപ്പം ഇവിടെ നോക്കിയാൽ മതി, ഈ ക്യാമിൻ്റെ ഫോളോവറിൻ്റെ ഇടയ്ക്ക് അത് ശരിക്കും ഒരു ലൈൻ കോണ്ടാക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഫോളോവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂർത്ത ഭാഗമായിരിക്കും, അല്ലാതെ ഇതുപോലെ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കത്തില്ല. സോ മോസ്റ്റ്ലി അതൊരു കൂർത്ത ഭാഗമോ അല്ലെങ്കിൽ ഇവിടെ ഒരു റോളറോ ഒക്കെ ആയിരിക്കും വരുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്യാമും ആ ഫോളോവറും ആയിട്ട് ഒരു ലൈൻ കോണ്ടാക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇത് ക്യാം ആൻഡ് വാൽവ് മെക്കാനിസമാണ്. ഇത് കണ്ടില്ലേ, എൻജിൻ്റെ വാൽവാണ്. എൻജിൻ വാൽവ് ഓപ്പൺ ആകുന്ന ക്ലോസ് ആകുന്ന മെക്കാനിസമാണ് ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഈ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിനനുസരിച്ച് അല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ക്യാം റൊട്ടേറ്റ് ചെയ്തതിനനുസരിച്ച് ഈ ക്യാമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് ഫോളോവർ, ഇതാണ് ക്യാം. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോളോവർ മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും. മനസ്സിലായോ? സോ ഫോളോവർ മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഫോളോവർ പൊങ്ങുന്നതനുസരിച്ച്
ഈ ഒരു ലിവർ മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും. ഈ ലിവർ മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഈ ലിവറിൻ്റെ എൻഡ് ഇങ്ങോട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ വാൽവ് മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഇത് നമ്മൾ അടുത്ത രണ്ട് സ്ലൈഡ് കഴിഞ്ഞ് ഈ ഒരു ഫിഗർ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ക്യാമിൻ്റെ ഫോളോവറിൻ്റെ ഈ ഒരു കോണ്ടാക്റ്റ്, അത് നമ്മൾ പറഞ്ഞു വന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ക്യാമും ഫോളോവറും തമ്മിലുള്ള ഈ ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈൻ അല്ലെങ്കിൽ പോയിൻ്റ് കോണ്ടാക്റ്റ് മാത്രമായിരിക്കും. മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ക്ലോഷർ, സെൽഫ് ക്ലോസ്ഡ് പെയർ ഓർ ക്ലോസ്ഡ് പെയർ എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. When the two elements of a pair are connected together mechanically in such a way that only required kind of motion occur, then it is called a self-closed pair. എന്ന് വെച്ചാൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഓൾ ദ ലോവർ പെയർസ് ആർ സെൽഫ് ക്ലോസ്ഡ് പെയർ എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്. അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? അതെല്ലാം വളരെ when the two elements of the pairs are connected together മെക്കാനിക്കലായിട്ട് അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ, മെക്കാനിക്കലി ഇൻ സച്ച് എ വേ ദാറ്റ് ദ റിക്വയർഡ് കൈൻഡ് ഓഫ് റിലേറ്റീവ് മോഷൻ ഒക്കർ. ഈ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിനകത്ത് ആ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ, വേറൊരു ടൈപ്പ് ഓഫ് മോഷനും ആ പിസ്റ്റണ് സാധ്യമല്ല. മനസ്സിലായോ? അപ്പോൾ അത് മാത്രമല്ല, അതൊരു ലോവർ പെയറുമാണ്. സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് നോക്കുവാണെങ്കിൽ പിസ്റ്റണിൻ്റെ സർഫസും സിലിണ്ടറിൻ്റെ ഉൾഭാഗവും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. സോ സച്ച് പെയർസ് ആർ കോൾഡ് ലോവർ പെയർ. സർഫസ് ടു സർഫസ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ലോവർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ രണ്ട് എലമെൻറ്റ്സ്, ഒരു പെയറിലെ രണ്ട് എലമെൻറ്റ്സ് മെക്കാനിക്കലായിട്ട് കണക്ട് ചെയ്ത് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മോഷൻ മാത്രം കിട്ടത്തക്ക രീതിയിൽ അതിനെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് സെൽഫ് ക്ലോസ്ഡ് പെയർ അല്ലെങ്കിൽ ക്ലോസ്ഡ് പെയർ. എക്സാമ്പിളായിട്ട് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് തന്നെ എടുക്കാം. അടുത്തെന്ന് വെച്ചാൽ ഫോഴ്സ് ക്ലോസ്ഡ് പെയർ ഓർ അൺക്ലോസ്ഡ് പെയർ. When the elements of a pair are not connected mechanically but are kept in contact by the action of external forces, the pair is said to be forced closed pair. എന്ന് വെച്ചാൽ മെക്കാനിക്കലായിട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പെയർ അല്ല അൺക്ലോസ്ഡ് പെയർ. ഫോഴ്സ്ഡ് ക്ലോസ്ഡ് പെയർ ഓർ അൺക്ലോസ്ഡ് പെയർ എന്ന് ഇതിനെ പറയുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് അൺക്ലോസ്ഡ് പെയർ എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു കോമ്പാക്റ്റ് ആയിട്ട്, ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് പോലെ ഒരു മെക്കാനിക്കലി അതിനെ ഒരു ക്ലോസ്ഡ് സംഭവമായിട്ടായിരിക്കത്തില്ല അത് കാണുന്നത്. പക്ഷേ ഈ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ഒന്നെങ്കിൽ സ്പ്രിങ് ഫോഴ്സസോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അതിനെ കോണ്ടാക്ട് ചെയ്ത് വെക്കുന്നതിനെ പറയുന്ന പേരാണ് അൺക്ലോസ്ഡ് പെയർ. ഇപ്പോൾ ഇവിടെ നോക്കുക, അടുത്തൊരു ഫിഗറുണ്ട്, ഇത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ കണ്ട ഫിഗറാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ മെക്കാനിസം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ക്യാം നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പുഷ് റോഡ് മുകളിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പുഷ് റോഡ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റോക്കറാമിന് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടും അല്ലേ. പുഷ് റോഡ് മുകളിലോട്ട് ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് റോക്കറാം ഇതുപോലെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റോക്കറാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ്ങും റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഈ സ്പ്രിങ്ങും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പ്രിങ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ മോഷൻ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, അതിനനുസരിച്ച് ഈ വാൽവും മുകളിലോട്ടും താഴോട്ടും ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. ഈ സ്പ്രിങ് ഈ റോക്കറാം താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റോക്കറാം താഴോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ വാൽവ് ഓപ്പൺ ആവും. മനസ്സിലായോ? അതിനുശേഷം ഈ റോക്കറാം മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇതാണ് റോക്കറാം മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ വാൽവ് മുകളിലോട്ട് വന്നതിന് ഈ ഒരു ഗ്യാപ്പ് ക്ലോസ് ആക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഫുൾ മെക്കാനിസം നോക്കിക്കേ, ഇത് മെക്കാനിക്കലി കോമ്പാക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നൊന്നും അല്ല അല്ലേ. ഈ ക്യാം ഫോളോവറുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്പ്രിങ് ഫോഴ്സ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ വാൽവ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പ്രിങ് ഫോഴ്സും ഈ ക്യാം മെക്കാനിസവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കലി സീൽഡ് ആയിട്ടുള്ളൊരു സംഭവമൊന്നും അല്ല അല്ലേ. അതാ പറയുന്നത് ക്യാം ആൻഡ് ദ ഫോളോവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോഴ്സ്ഡ് ക്ലോസ്ഡ് പെയർ ആസ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് ബൈ ദ ഫോഴ്സസ് എക്സൈറ്റഡ് ബൈ സ്പ്രിങ് ആൻഡ് ഗ്രാവിറ്റി. നോക്കിക്കേ, അപ്പോൾ ഈ ക്യാമും ഫോളോവർ ശരിക്കും പറഞ്ഞാൽ കോണ്ടാക്റ്റ് ഇത് തമ്മിൽ എപ്പോഴും കോണ്ടാക്റ്റ് വരാൻ കാരണം ഇവിടെ ഈ സ്പ്രിങ് ഉള്ളതുകൊണ്ടാണ്
മനസ്സിലായോ? ഈ സ്പ്രിങ് ഇതിനെ മുകളിലോട്ട് തള്ളുന്നതുകൊണ്ടാണ് ഇത് തമ്മിൽ, ഈ ക്യാമും ഫോളോവറും തമ്മിൽ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് വരുന്നത്. ഈ സ്പ്രിങ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വർക്കിംഗ് നടക്കത്തില്ല. ഈ ക്യാം ഒരിക്കലും ഈ എന്ന് വെച്ചാൽ ഈ സ്പ്രിങ് ഇതിനെ മുകളിലോട്ട് തള്ളുന്നതുകൊണ്ടാണ് ഈ ഫോളോവർ ഈ ക്യാമുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഈ ക്യാമ് ഇത് കറങ്ങി എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊജക്ഷൻ ഭാഗം ഇതിങ്ങനെ കറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫോളോവർ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? ആ ഫോളോവർ താഴോട്ട് വരാൻ കാരണം ഇവിടുത്തെ ഈ സ്പ്രിങ് ഇതിൽ ഈ ഒരു റോക്രാമിനെ മുകളിലോട്ട് തള്ളുന്നതുകൊണ്ടാണ് ഈ ഫോളോവർ താഴോട്ട് വരുന്നത്. സോ അപ്പം ഇത് തമ്മിലുള്ള, അപ്പോൾ അങ്ങനത്തെ ഒരു മെക്കാനിസത്തെ പറയുന്ന പേരാണ് അൺക്ലോസ്ഡ് പെയർ. അതാണ് പറയുന്നത്, ദ ക്യാം ആൻഡ് ദ ഫോളോവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോഴ്സ്ഡ് ക്ലോസ്ഡ് പെയർ ആസ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് ബൈ ദ ഫോഴ്സസ് എക്സർട്ടഡ് ബൈ സ്പ്രിങ് ആൻഡ് ഗ്രാവിറ്റി. അപ്പോൾ ഈ സ്പ്രിങ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്യാമും ഫോളോവറും ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു പെയറിനെ പറയുന്ന പേരാണ് അൺക്ലോസ്ഡ് പെയർ. ഓക്കെ, സോ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം സാവധാനം സമയമെടുത്ത് തന്നെ നിങ്ങൾ വായിക്കുക. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. ഈ ടെക്സ്റ്റ് ബുക്ക് കുറുമയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അത് നോക്കി പഠിക്കുക. നിങ്ങളുടെ ലിൻവൈസിലോ ലിൻവൈസിൽ ഞാൻ പയ്യെ ആഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലോ എവിടെ ആർക്കെങ്കിലും ഞാനത് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ച് നോക്കുക. ഓക്കെ.